ആത്മഹത്യ ചെയ്ത BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ വീട്ടിലെത്തി മാതാപിതാക്കളെ കണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഗവർണറെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു. ഉച്ചയ്ക്ക് കമ്മീഷണറുമായിട്ട് സംസാരിച്ചിട്ടാണ് ഞാൻ വരുന്നത്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കമ്മീഷണറെ വിളിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രാഥമിക നിലയ്ക്ക് നടത്തിയ അന്വേഷണവും അതിൻ്റെ കണ്ടെത്തലും അദ്ദേഹം പറഞ്ഞു. കുടുംബം പറഞ്ഞ കാര്യങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അതങ്ങോട്ടപ്പുറം ശരിയല്ലെന്ന് തോന്നുന്നു. അത് അദ്ദേഹത്തെ ഞാൻ അറിയിക്കും. നാളെ കാലത്ത് ഞാൻ ഗവർണറെ കാണും. കണ്ടതിന് ശേഷം എന്താ വേണ്ടതെന്ന് ആലോചിക്കാം. ഞങ്ങൾക്കതേ ഉള്ളൂ മാർഗം. നേരിട്ട് ഇടപെടുന്നതിന് അത് മാത്രമേ ഉള്ളൂ മാർഗം. പോലീസ് അന്വേഷണത്തിൽ നീതി കിട്ടുമെന്ന് പ്രതീക്ഷയില്ലെന്ന് പിതാവ് രാജൻ പ്രതികരിച്ചു. നിയമ നടപടിയുമായി മുന്നോട്ടു പോകും. നിതിന്റെ മരണത്തിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടെന്നും രാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ആ രീതിയിൽ മാനസിക പീഡനങ്ങൾ എൻ്റെ മോൻ അവിടെ ഒരുപാട് അനുഭവിച്ച് സാറന്മാരോടെ കംപ്ലയിൻറ്റ് ചെയ്താൽ പറഞ്ഞു ഒന്നും കംപ്ലയിൻറ്റ് ചെയ്യില്ലേ, ഒന്നും പറയില്ലേ. ഇത് എന്നോട് വിളിച്ചറിയിച്ചപ്പോൾ ഞാൻ പ്രിൻസിപ്പാളിൻ്റെ കൂടെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് കണ്ണൂരെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമോ, തിരുവനന്തപുരവും കണ്ണൂരുമായിട്ടുള്ള ഡിസ്റ്റൻസ് ഒരുപാട് കിലോമീറ്ററുകളുണ്ട്. നിങ്ങൾ തലേ ദിവസം രാത്രി വന്നാൽ പിറ്റേന്നല്ലേ എത്തുള്ളൂ. കേസിനും വഴക്കിനും ഒന്നും ഇറങ്ങണ്ട, പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി ഊപ്പാട് വരും. ഇവിടെ പണച്ചാക്കുകളാണ് പഴയ പ്രിൻസിപ്പാൾ പറഞ്ഞത് ഇവിടെ പഠിക്കണത്. എൻ്റെ ഫോണിൽ കൂടെ എൻ്റെ കൂടെ പറഞ്ഞത് പഴയ പ്രിൻസിപ്പാൾ പറഞ്ഞത് പണച്ചാക്കുകളാണ് പഠിക്കുന്നത്. അവന് ഈ കോളേജിൻ്റെ പുറത്ത് വെച്ച് അവർ അപായപ്പെടുത്തിയാൽ ഞങ്ങൾ ഉത്തരവാദികളല്ല. അതുകൊണ്ട് കേസിനും വഴക്കിനും ഒന്നും ഇറങ്ങില്ല. MS വീണയാണ് വിവരങ്ങളുമായി ചേരുന്നത്. വീണ, കുടുംബത്തിൻ്റെ ആ ഒരു വാക്കുകൾ, അച്ഛൻ്റെ വാക്കുകൾ നമ്മൾ ഇപ്പോൾ കേട്ട് കഴിഞ്ഞിരിക്കുന്നു. അന്വേഷണം ഇപ്പോൾ ശരിയായ ദിശയിലല്ല പോകുന്നത്. കേരള പോലീസിൽ നിന്നും നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും കുടുംബം പറയുന്നുണ്ട്. ഒപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ വീട് സന്ദർശിച്ചല്ലോ. അതിനുശേഷം മാധ്യമങ്ങളോട് എന്തൊക്കെയാണ് പറഞ്ഞത്? നാളെ അദ്ദേഹം ഗവർണറെ കണ്ട് ഈ വിഷയത്തിൻ്റെ ഗൗരവം ധരിപ്പിക്കും എന്ന് പറഞ്ഞതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. തീർച്ചയായും ഗൗതം, രാത്രി 8:30 കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തിരുവനന്തപുരം ആര്യനാടുള്ള നിതിൻ രാജിന്റെ വീട്ടിലേക്ക് എത്തിയത്. കുടുംബം മാനസികമായി തകർന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. അവർക്ക് തീരാത്ത നഷ്ടമാണ് നിതിൻ രാജിന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ വരവും അദ്ദേഹത്തിന്റെ ആശ്വാസ വാക്കുകളും കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. അദ്ദേഹം 10-15 മിനിറ്റോളം കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. നിതിൻ രാജിന്റെ പിതാവ് രാജൻ, ഒപ്പം തന്നെ 2 സഹോദരിമാരോടും ഇതുമായി ബന്ധപ്പെട്ട നിതിൻ രാജ് പറഞ്ഞ കാര്യങ്ങളും ഒപ്പം തന്നെ കുടുംബാംഗങ്ങൾക്ക് പൊതുവിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദമായി ചോദിച്ചറിയുകയും കുടുംബാംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിതിൻ രാജിൽ നിന്നും മറ്റ് സുഹൃത്തുക്കളിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് പങ്കുവയ്ക്കുകയും ചെയ്തു. കുടുംബത്തിന് ആശ്വാസമേകി എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് അദ്ദേഹം വാക്ക് നൽകിയതിനു ശേഷമാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അതിനുശേഷമാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, താൻ ഈ വീട്ടിലേക്ക് സന്ദർശനം നടത്തുന്നതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട കമ്മീഷണറോട് കാര്യങ്ങൾ തിരക്കിയിരുന്നു. നിലവിൽ സ്വീകരിച്ച കമ്മീഷണർക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങളെക്കുറിച്ചും നിലവിൽ നടത്തുന്ന അന്വേഷണങ്ങളെക്കുറിച്ചും കമ്മീഷണർ വിവരങ്ങൾ പങ്കുവച്ചു. ഒപ്പം തന്നെ കുടുംബാംഗങ്ങളുമായി അക്കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ചില കാര്യങ്ങളിൽ പൊരുത്തക്കേടുകൾ നിലനിൽക്കുന്നുണ്ട്, ചില കാര്യങ്ങളിൽ ചേർച്ചക്കുറവുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ടായി. ഒപ്പം തന്നെ നാളെ ഇതുമായി ബന്ധപ്പെട്ട ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തും. രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടിക്കാഴ്ച നടത്തുകയും നിതിൻ രാജിന് നീതി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും പറഞ്ഞു. ഒപ്പം തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി സംസാരിക്കുകയും തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്, കുടുംബത്തിന് എന്തൊക്കെ പിന്തുണ നൽകണം, അക്കാര്യങ്ങളിലും ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി എത്തിയതോടുകൂടി കുടുംബത്തിനും ഏറെ ആശ്വാസം ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമാണ് നിതിൻ രാജിന്റെ പിതാവ് പ്രതികരിച്ചത്. ഏറെ വേദനാജനകമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ പോലും അദ്ദേഹത്തിന് നിലവിലെ അന്വേഷണത്തിൽ ഒരു പ്രതീക്ഷയില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. പുതിയ അന്വേഷണ സംഘത്തേക്ക് ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും തന്റെ മകന് നേരിടേണ്ടി വന്നത് സമാനതകളില്ലാത്ത മാനസിക ശാരീരിക പീഡനങ്ങളാണ്. അതിൽ നീതി വേണമെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ച് മകന് നീതി കിട്ടുന്നത് വരെ തുടർന്ന് പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ, 2 അധ്യാപകർക്കെതിരെ സസ്പെൻഷൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടുള്ള ഒരു നടപടിയല്ല. അതുമായി ബന്ധപ്പെട്ട് ഈ കുറ്റക്കാർ ആരാണോ അവരെ കണ്ടെത്തി അവർക്ക് തക്കതായ ശിക്ഷ വേണമെന്ന് കൂടി ഈ പിതാവ് പറയുന്നുണ്ട്. മാത്രമല്ല 2 പേരുടെ പേരുകൾ കൂടി ആ പിതാവ് പങ്കുവയ്ക്കുകയുണ്ടായി. ഒന്ന് കമൽ, മറ്റൊന്ന് ലത. ഇവർക്ക് 2 പേർക്കും ഇതുമായി ബന്ധപ്പെട്ട്, അതായത് നിതിൻ രാജിനെ മാനസികമായി പീഡിപ്പിച്ചതിൽ ഇവർക്കും പങ്കുണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയെ കാണുന്ന കാര്യങ്ങൾ കൂടി കുടുംബം നിലവിൽ ആലോചിച്ചു വരികയാണ്. ഗൗതം.
ഓക്കെ ഓക്കെ വീണ, എന്തായാലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് വൈകിട്ട് 8:30 നിതിൻ രാജിൻ്റെ വീട്ടിലെത്തി കുടുംബത്തെ ആശ്വസിപ്പിച്ചു. ഒപ്പം ഈ വിഷയം നാളെ രാവിലെ തന്നെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിനെ കണ്ട് ധരിപ്പിക്കുകയാണ്. അതാണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കിയത്. MS വീണയാണ് വിവരങ്ങളുമായി ചേർന്നത്.